അൻവറിന്റെ രാജി രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടതോടെ തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടിയെന്ന് അവകാശപ്പെടുമ്പോഴും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിൽ തന്നെയാണ്. അൻവറിന്റെ UDF പ്രവേശനം അത്ര സുഗമമല്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മുഖ്യമന്ത്രിയുടെ കസേര തെറിപ്പിക്കുമെന്നാണ് PV അൻവർ തുടർച്ചയായി നടത്തിയ വെല്ലുവിളി. പക്ഷേ അവസാനം PV അൻവറിന് നഷ്ടമായത് സ്വന്തം MLA കസേര. ഇരു മുന്നണികളിലും ഇടം കിട്ടാതായതോടെ അൻവർ തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടി. ഇതോടെ MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എന്നാലും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാണ്. ഇടതുപക്ഷ MLA ആയിരിക്കെയാണ് അൻവർ പോലീസിനെതിരെ ആരോപണങ്ങളുയർത്തി രംഗത്ത് വന്നത്. അൻവർ ഉന്നയിച്ച കാര്യങ്ങളുടെ വസ്തുത പരിശോധിക്കാൻ സർക്കാർ തയ്യാറായി. മലപ്പുറം SP സുജിത് ദാസിനെ മാറ്റി. ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് നടപടി സ്വീകരിച്ചു. പക്ഷേ അൻവർ അടങ്ങിയില്ല. വലതുപക്ഷ മാധ്യമങ്ങളുടെ വലയിൽ വീണ അദ്ദേഹം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആരോപണങ്ങൾ തുടർന്നു. ഒടുവിൽ ഇടതുപക്ഷത്തു നിന്ന് പുറത്തായി. പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുമെന്ന് കരുതിയ അൻവറിന് തെറ്റുപറ്റി. രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ പൊളിഞ്ഞു പാളീസായി. ചാനലുകൾ ഊതിപ്പെരിപ്പിച്ച വീരപരിവേഷം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. പറഞ്ഞതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റിപ്പറഞ്ഞ് പരിഹാസ കഥാപാത്രമായി മാറി. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള അലച്ചിലും ഫലം കണ്ടില്ല. DMKയുമായി കൂട്ടുകൂടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. DMK കേരള ഘടകം രൂപീകരിച്ചതായി പ്രഖ്യാപിച്ച് മഞ്ചേരിയിൽ നടത്തിയ റാലിക്കും ആളെ കിട്ടിയില്ല. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി കെട്ടിവച്ച കാശുപോയി. ഇതിനിടെ UDFൽ കയറിക്കൂടാൻ ശ്രമം തുടങ്ങി. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ആദിവാസി യുവാവിന്റെ മരണം മറയാക്കി നിലമ്പൂർ നോർത്ത് DFO ഓഫീസ് തല്ലിത്തകർത്ത് ജയിലിലായി. വീരപരിവേഷത്തോടെ UDFൽ കയറിക്കൂടാമെന്ന മോഹവും നടന്നില്ല. ജയിലിൽ നിന്നിറങ്ങി പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ട് മുന്നണി പ്രവേശം ഉറപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കോൺഗ്രസ് ക്യാമ്പ് സമ്മതം മൂളിയില്ല. ഒടുവിൽ ബംഗാളിൽ പോയി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു. MLA സ്ഥാനം രാജിവെച്ചതോടെ അവസാനം ആകെയുണ്ടായിരുന്ന മേൽവിലാസവും നഷ്ടമായി. ഇനിയെന്തെന്ന ചോദ്യം അൻവറിന് മുന്നിൽ ശക്തമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.